ഒഴിവുകൾ നികത്താത്തതും ഡ്യൂട്ടിക്കിടയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാത്തതും ലോക്കോ പൈലറ്റുമാരെ ദുരിതത്തിലാക്കുന്നുണ്ട്. ജോലിക്കിടയിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും ഭക്ഷണം കഴിക്കാനും ഇടവേള വേണമെന്ന ആവശ്യം കൂടി തള്ളിയതോടെ ലോക്കോ പൈലറ്റുമാർക്കിടയിൽ കടുത്ത അസംതൃപ്തിയാണ് ഉടലെടുത്തിരിക്കുന്നത്. നിരന്തര പ്രക്ഷോഭങ്ങളുടെ ഫലമായി ലോക്കോ പൈലറ്റുമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ചുമതലപ്പെടുത്തിയ ഉന്നതാധികാര സമിതിയിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും. എന്നാൽ ലോക്കോ പൈലറ്റുമാരുടെ സംഘടന മുന്നോട്ട് വെച്ച കാതലായ ആവശ്യങ്ങളൊക്കെ സമിതി തള്ളി. സമിതി നിലപാടിനെതിരെ പാർലമെന്റ് മുമ്പിലേക്ക് മാർച്ച് നടത്തി ജീവനക്കാർ പ്രതിഷേധിച്ചിരുന്നു. വർഷങ്ങളായി നിരന്തരം ആവശ്യപ്പെടുന്നതും റെയിൽവേ ബോർഡ് പരിഗണിക്കാത്തതുമായ വലിയ പട്ടികയാണ് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ നിരത്തുന്നത്. 8 മുതൽ 12 മണിക്കൂറോ ചരക്ക് വണ്ടികളിൽ 16 മണിക്കൂറോ തുടർച്ചയായി എഞ്ചിനുകളിൽ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നവർക്ക് ശുചിമുറി സൗകര്യമില്ല. ലോക്കോ പൈലറ്റുമാരിൽ ധാരാളം വനിതകളുമുണ്ട്. ആസ്ഥാനത്ത് 16 മണിക്കൂറോളം ഔട്ട് സ്റ്റേഷനുകളിൽ 8 മണിക്കൂറുമാണ് വിശ്രമ സമയമെങ്കിലും അത് കിട്ടാറില്ല. ആഴ്ചയിൽ ലഭിക്കുന്നത് 30 മണിക്കൂർ വിശ്രമം. ബോർഡ് 2018 പുറത്തിറക്കിയ കണക്ക് പ്രകാരം നിലവിൽ ഉപയോഗത്തിലുള്ള 15,000-ഓളം തീവണ്ടി എഞ്ചിനുകളിൽ 883 എണ്ണത്തിൽ മാത്രമേ ശുചിമുറി സൗകര്യമുള്ളൂ. ഉന്നതാധികാര സമിതി വെറും പ്രഹസനമായിരുന്നു എന്നാണ് സംഘടനയുടെ ആരോപണം. ജോലി സമയത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും ഭക്ഷണം കഴിക്കാനും ഇടവേള അനുവദിക്കാനാവില്ലെന്നും ജോലി കഴിഞ്ഞ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിശ്രമത്തിനായി ഓരോ ദിവസവും ലഭിക്കുന്ന സമയം വാരാന്ത വിശ്രമത്തിന്റെ കൂടെ ചേർക്കണമെന്നുമാണ് സമിതിയുടെ നിർദ്ദേശം. ജോലി സമയം 8 മണിക്കൂർ ആക്കുക, ആഴ്ചയിലെ വിശ്രമ സമയം 46 മണിക്കൂർ ആക്കുക, തുടർച്ചയായ രാത്രി ഡ്യൂട്ടി ഒഴിവാക്കുക എന്നിങ്ങനെ മറ്റ് ആവശ്യങ്ങളും പരിഗണിച്ചിട്ടില്ല. ലോക്കോ ജീവനക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കുന്ന ഉന്നതാധികാര സമിതി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ ശക്തമായ സമര പരിപാടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുമെന്നും ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ഒഴിവുകൾ നികത്താത്തതിനാൽ നിയമാനുസൃതമായിട്ടുള്ള അവധി പോലും ഇല്ല. മേയിൽ വലിയ എണ്ണം ലോക്കോ പൈലറ്റുമാർ കൂടി വിരമിക്കുന്നതോടെ നിലവിലെ പ്രശ്നങ്ങൾ ഏറെ രൂക്ഷമാകും. 5 വർഷമായി ലോക്കോ പൈലറ്റുമാരുടെ നിയമനം നടന്നിട്ടില്ല. അതേസമയം ഈ വിഭാഗത്തിൽ മാത്രം 33,000-ഓളം ഒഴിവുകളും ഉണ്ട്.